Hello, welcome to PEPP Learning. CUT PG എൻട്രൻസ് എക്സാമിനേഷന് ശേഷം എന്താണ് അടുത്ത പ്രോസസ്സ്? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ CUT PG എക്സാമിനേഷൻ എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും നടക്കുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ്. PG കോഴ്സുകൾക്ക് അഡ്മിഷന് വേണ്ടി നടക്കുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ്. അപ്പോൾ CUT PG എൻട്രൻസ് എക്സാമിനേഷൻ അതിൻ്റെ എക്സാമിനേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഈസ് എ നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത പ്രോസസ്സ് എന്താണ് എന്നത് അറിയാൻ താല്പര്യമുണ്ടാവും. അതിനെക്കുറിച്ചാണ് വളരെ വിശദമായി നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുക, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുക എന്നുള്ളതാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ചുമതല. CUT എൻട്രൻസ് എക്സാമിനേഷൻ പൂർത്തിയാവുന്നതോടുകൂടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഉത്തരവാദിത്തം കഴിയാണ്. പൂർത്തിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാമിനേഷന് ശേഷം ഇനിയും ആൻസർ കീ പബ്ലിഷ് ചെയ്യാനുണ്ട്, ആൻസർ കീ ചലഞ്ചിനുള്ള അവസരം ഉണ്ടാവും. അതുപോലെ തന്നെ ആൻസർ കീ ചലഞ്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കംപ്ലീറ്റ്ലി സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സ് വരെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ചുമതലയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ കംപ്ലീറ്റ് പ്രോസസ്സും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഉത്തരവാദിത്വം പൂർത്തിയാവുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് അതിനുശേഷമുള്ള പ്രോസസ്സ്? സ്വാഭാവികമായിട്ടും ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഈ പറയുന്ന സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരുപക്ഷെ നിങ്ങൾക്ക് ടോട്ടൽ 300-ലാണ് എക്സാമിനേഷൻ നടക്കുന്നത്. അതിൽ നിങ്ങൾക്ക് പല സ്കോറുകളും ലഭിച്ചിട്ടുണ്ടാവാം. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ബേസിക്കലി CUT എക്സാമിനേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഓരോരോ യൂണിവേഴ്സിറ്റിയിലേക്കും പ്രത്യേകമായിട്ട് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് CUT PGയിൽ അപ്ലൈ ചെയ്ത സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഓരോ യൂണിവേഴ്സിറ്റികൾ കൊടുത്തിട്ടുണ്ടാവും. ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല യൂണിവേഴ്സിറ്റികൾ അവരുടെ കോഴ്സുകൾ എന്നുള്ള സ്വഭാവത്തിൽ കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ അനുസരിച്ചുള്ള പേപ്പർ കോഡായിരിക്കും നിങ്ങൾ എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കൊടുത്ത യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങളുടെ സ്കോർ കാർഡ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് കൂടിയും NTA ചുമതലയാണ്. NTA അതിന്റെ ഡീറ്റെയിൽസ് അതത് യൂണിവേഴ്സിറ്റികൾക്ക് കൈമാറും. സോ അതിനുശേഷം അടുത്ത ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട പണി എന്തായിരിക്കും എന്ന് വെച്ചാൽ ഓരോ യൂണിവേഴ്സിറ്റികളും അവരുടെ അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആക്കും. അഡ്മിഷൻ വിളിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ ഫീസ് അടക്കേണ്ടതായിട്ട് വരും. ഫീസ് അടക്കേണ്ട യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവാറുണ്ട്, ഫീസ് കുറഞ്ഞ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവാറുണ്ട്, ഫീസ് അടക്കേണ്ടതില്ല എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവാറുണ്ട്. ആൺകുട്ടികൾക്കും വേറെ, പെൺകുട്ടികൾക്ക് ഫീസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവാറുണ്ട്. ഏതായിരുന്നാലും ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ആ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. അപ്പൊ നിങ്ങൾ നേരത്തെ തന്നെ ഞാൻ അപ്ലൈ ചെയ്തതാണല്ലോ, ഇനി ഞാൻ അപ്ലൈ ചെയ്യേണ്ട എന്നുള്ള ഇതിലേക്ക് നിങ്ങൾക്ക് പോകാൻ പാടില്ല. നിങ്ങൾ എവിടെയാണോ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്, ഉദാഹരണത്തിന് നിങ്ങൾ PG ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലാണ് ഇന്റഗ്രേറ്റഡ് MSc ഹെൽത്ത് സൈക്കോളജി അല്ലെങ്കിൽ MSc ഹെൽത്ത് സൈക്കോളജി അല്ലെങ്കിൽ MA പൊളിറ്റിക്കൽ സയൻസോ അല്ലെങ്കിൽ MSc കെമിസ്ട്രിയോ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏത് കോഴ്സ് ആണെങ്കിലും ആ കോഴ്സ് അനുസരിച്ചുള്ള പേപ്പർ കോഡ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. അപ്ലിക്കേഷന്റെ ഫീസ് ഉണ്ടാവും, അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ആ ബേസ്ഡ് ഓൺ ദാറ്റ് അപ്ലിക്കേഷൻ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ആ റാങ്ക് ലിസ്റ്റിനനുസരിച്ച് അഡ്മിഷൻ വിളിക്കും. അഡ്മിഷനിലെ ഫസ്റ്റ് റൗണ്ട് ഓഫ് അഡ്മിഷൻ, സെക്കൻഡ് റൗണ്ട് ഓഫ് അഡ്മിഷൻ, തേർഡ് റൗണ്ട് ഓഫ് അഡ്മിഷൻ, സ്പോട്ട് അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കാറ്റഗറി ഓഫ് അഡ്മിഷൻസ് ഉണ്ടാവും എന്നതാണ്. അപ്പൊ നിങ്ങൾ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്ത സ്റ്റെപ്പ് സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്യുക. ആൻസർ കീ ചലഞ്ച് ഉണ്ടാവും. ആൻസർ കീ ചലഞ്ച് ശേഷം സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്തതിനു ശേഷം ഇനി യൂണിവേഴ്സിറ്റികൾ അപേക്ഷ ക്ഷണിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഇത്തരം യൂണിവേഴ്സിറ്റികൾ അപേക്ഷ വിളിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ PEPP ലേണിംഗ് ആപ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവിധ ഇൻഫർമേഷൻസും നമ്മൾ യൂട്യൂബ് ചാനൽ വഴിയും വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റി നമ്മുടെ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് തുറന്നിട്ടുണ്ടാകും. ആ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിനെ കോൺടാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് സംവിധാനവും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ യൂണിവേഴ്സിറ്റികളിൽ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം യൂണിവേഴ്സിറ്റി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് 300-ൽ ഈ പറയുന്ന പോലെ 250-ലധികം മാർക്ക് ഉണ്ടായിട്ടും കാര്യമില്ല.
നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചുകൊള്ളുന്നില്ല എന്നുള്ളത്. അപ്പം അടുത്ത ഘട്ടത്തിൽ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുക്കുക, കൊടുത്ത അപേക്ഷകരിൽ ഏറ്റവും ടോപ്പ് മാർക്കുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്യുക. ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സ് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തുക. അപ്പോഴത്തേക്കും നിങ്ങളുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റ്, SC/ST സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും രേഖകളും ഒക്കെ നിങ്ങൾ ഹാജരാക്കി നിങ്ങൾ തയ്യാറാക്കി വെക്കുക. അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്യാം. മാർച്ച് 31 ശേഷമുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നതും നല്ലതായിരിക്കും എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും നിങ്ങൾ ഒരുക്കി വെക്കുക. അപ്പോഴത്തേക്കും ഡിഗ്രി റിസൾട്ടൊക്കെ ഒരു പക്ഷേ വന്നിട്ടുണ്ടാവും. അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കി വെക്കുകയും ഒക്കെ ചെയ്യാം. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ പിന്നീട് നിങ്ങൾക്ക് അഡ്മിഷൻ്റെ സമയത്ത് ആവശ്യമായിട്ട് വരും. ആ സമയത്ത് അതൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ പ്രോസസ്സാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ആൻസർ കീ ചലഞ്ച് ഉണ്ടാവും, ആൻസർ കീ പബ്ലിഷ് ചെയ്യും. അതുപോലെ തന്നെ പിന്നീട് നിങ്ങളുടെ സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്യും. ഓരോ യൂണിവേഴ്സിറ്റികളും അപേക്ഷ വിളിക്കും. ആ അപേക്ഷ വിളിക്കുന്നതനുസരിച്ച് നിങ്ങൾ യൂണിവേഴ്സിറ്റികൾ അപ്ലിക്കേഷൻ കൊടുക്കുകയും അങ്ങനെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതിനനുസരിച്ച് അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയുമാണ് ഉണ്ടാവുക. ഇത്തരം ഇൻഫർമേഷൻസും CUET റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളും അറിയിക്കുകയും ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.